നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 9th ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇഫ് യു ഈക്വൽ ടു 1 2 3 4 5 6, എ ഈക്വൽ ടു സെറ്റ് 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 2 3 4 6, ദെൻ വെരിഫൈ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ് കേട്ടോ. ദെൻ നമ്മൾ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബിയുടെ ചോദ്യം ഇതാണ്. യു ഈക്വൽ ടു 1 2 3 4 5 6 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എ ഈക്വൽ ടു 2 3 4 ആൻഡ് ബി ഈക്വൽ ടു 2 3 4 6 എന്ന് കൊടുത്തിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി ആരാണ്? എയിലും ബിയിലും രണ്ടിലും പൊതുവായുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 3 4 ആണ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് യുവിൽ 2 3 4 ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതുന്നതാണ് എന്ത്? എ 2 3 4 നമ്മൾ ഒഴിവാക്കി ബാക്കി വരുന്നത് എന്താണ്? 1 5 6 1 5 6 ആണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റ് നമുക്ക് വെരിഫൈ ചെയ്തെടുക്കേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്തുകൊണ്ട് എടുക്കണം? എ കോംപ്ലിമെൻറ്റ് കണ്ടു. എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ 2 3 4 ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എഴുതുന്നു. അതായത് 1 5 6. ബി കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയുന്നത് 2 3 4 5 6 ആണ്. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1 വരും 5 വരും 1 5 വരും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയൻ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരും? 1 5 6 തന്നെ വരും. അപ്പം നമുക്ക് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റും സെയിം തന്നെയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, അടുത്ത 10th ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ മൈനസ് എച്ച് 0 to r defined by f of x equal to 1 by x. Second one, find the domain and range of f of x is equal to root of 9 minus x square. Okay, നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ നേരം ആർ മൈനസ് 0 എന്നാണ് പറയുക. അപ്പോൾ റിയൽ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സും നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. വിത്തൗട്ട് 0 നമുക്ക് 0 എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 എടുത്തു. റിയൽ നമ്പർ എന്ന് പറയുമ്പം ഏത് നമ്പറും നമുക്ക് വരാം കേട്ടോ. 1 വരാം, 1.5 വരാം, 1 അല്ലെങ്കിൽ 2, ദെൻ 2.5 ഇഷ്ടമുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുപോലെ ഇവിടെ മൈനസ് 0.5, ദെൻ മൈനസ് 1.5. അപ്പം വൈഡ് എക്സ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് എടുക്കാം കേട്ടോ. ഒരു 3-4 വാല്യൂ വരെ നിങ്ങൾ എടുക്കുക. ഇനി നോക്കേണ്ടത് 1 വരുമ്പോൾ 1 ബൈ എക്സിൻ്റെ അവിടെ 1 കൊടുത്താൽ 1/1 എത്ര? 1 വരും. ദെൻ 1 ഡിവൈഡ് ബൈ 1.5 എന്ന് പറയുമ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 0.67 ആണ്. ദെൻ 1/2 അറിയാമല്ലോ, 0.5 വരും. അങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നിങ്ങൾ എന്ത് 0.5 വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മൈനസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 0 കഴിഞ്ഞിട്ടാണല്ലോ 0.5 വരുമ്പോൾ 1/0.5 എന്ന് വെച്ചപ്പോൾ 2 വരും. ഇത് ഒരു 0.25 എടുത്താൽ ആൻസർ 4 വരും. ദെൻ അങ്ങനെ താഴേക്ക് പോവാം. മനസ്സിലായില്ല? അങ്ങനെ കുറേ വാല്യൂസ് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം ഗ്രാഫിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. ദെൻ 1.1 ഇവിടെ 1 2 4 എന്നല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 4 എന്ന് എടുക്കാം കേട്ടോ. 2 4 6 8 കുറച്ച് നിങ്ങൾ ആൻസർ ഷീറ്റിൽ നല്ല വലുതാക്കി വരച്ചോണം കേട്ടോ. കുറേ വാല്യൂസ് അങ്ങ് എടുത്തേക്കണം. ഇത് -2 -4 -6 ഇങ്ങോട്ടും 2 4 6 ഇങ്ങോട്ടേക്കും -2
-4 -6 എന്നിങ്ങനെ എടുക്കുക. ഇനി വാല്യൂസ് നോക്കിക്കോ. 1 1 എന്ന് പറയുന്ന പോയിൻറ്റ് 1 ഏകദേശം ഇവിടെ ആണല്ലോ. ഇതാണ് 1 1 എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ വരും. അടുത്തത് 1.5 1.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. 1.5 വരുമ്പോൾ 0.6 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴേക്ക് വരും. അങ്ങനെ ഈ വാല്യൂസ് ഇങ്ങനെ പോകും കേട്ടോ. ഗ്രാഫ് ഇങ്ങനെ പോകും. നമ്മൾ എടുക്കുന്ന ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെ പോകും. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വരച്ചെടുക്കണം. താഴത്തെ നമ്മൾ എടുക്കുമ്പോഴും എന്ത് സംഭവിക്കും? ഇങ്ങനെ വരും ഗ്രാഫ്. ക്ലിയർ ആയോ? ഇത് കുറച്ച് ഈ വാല്യൂസ് ഞാനിങ്ങനെ എഴുതിയത് കൊണ്ടാട്ടോ കുറച്ചുകൂടി ഇതിങ്ങനെ അടുത്തേക്ക് വരും. ഇങ്ങനെ കയറി വരും കേട്ടോ. ഇതാണ് ഏത് f(1/x)ൻ്റെ ഗ്രാഫ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് ശരിക്കും ഈ എക്സ് ആക്സിസിലേക്ക് ചേർന്ന് വരും കേട്ടോ. നമ്മൾ വാല്യൂസ് കൊടുക്കും തോറും ചേർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ √9 - x² എന്ന് പറയുന്നത് >0 ആണല്ലോ. സോ 9 - x² > 0. ദെൻ നമുക്കിവിടെ 9 അല്ലെങ്കിൽ -x² > 9 എഴുതാം. ഈ മൈനസ് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈനസ് കൊടുത്ത് നമ്മൾ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇൻഇക്വാളിറ്റി തിരിയും കേട്ടോ. അത് ഓർത്തോണം. ഇൻഇക്വാളിറ്റി എങ്ങനെയാവും? ഇങ്ങനെ ആവും. x² > 9 ആവും. സോ എക്സിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ -3 > x <= 3 ആണ് എന്ത്? എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഡൊമൈൻ = -3 3 ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3 ആണ് എന്ത്? ഡൊമൈൻ എന്ന് പറയുന്നത് -3 3 ആണ്. ഇനി റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് x = √9 - y² എന്ന് എഴുതണം. ക്വസ്റ്റ്യൻ f(x) = 9 - x². അതിന് നമ്മൾ റേഞ്ച് എഴുതുമ്പോൾ വൈയിലുള്ള ഫംഗ്ഷനിൽ എക്സിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ x = 9 - y² ആണ്. ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 0 < y <= 3 അല്ലേ? വൈക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? ചെയ്ത് നോക്കണം. ചെയ്ത് കാണിച്ചേക്കാം. ഇവിടെ നമുക്ക് ഡൊമൈൻ -3 to 3 ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂസ് 0 കൊടുക്കുമ്പോൾ 9 വരും. √9 ദാറ്റ് ഈസ് 3 വരും. നമ്മൾ വേറെ 0 തൊട്ട് 3 വരെയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ -1 -2 എന്നൊക്കെ വരുമ്പോൾ നമുക്ക് √9 അതിനേക്കാളും കൂടി പോകും. 3നേക്കാളും മേലെ പോകും. അതുകൊണ്ട് റേഞ്ച് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 3 ആണ്. അതിന് നമ്മളിങ്ങനെ എഴുതണം 0 < y <= 3 എന്ന് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 and 3 ആണ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 1 - i all raised to 6 in x + i y form. Find the coordinate that represent the complex number 1 - i divided by 1 + i in the Argand plane. 1 - i all raised to 6 in x + i y ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 - i (² എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം അല്ലേ? a - b (² വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 1 - 2i + i² അല്ലേ? അപ്പോൾ i² മീൻസ് i² എന്ന് വെച്ചാൽ -1 ആണ്. സോ 1 - 2i - 1 എന്ന് വരും. സോ ജസ്റ്റ് ആൻസർ ഈസ് 2i എന്ന് വരും. -2i. ഇനി നമ്മൾ യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോകാം. 1 - i ഹോൾ റേസ് ടു 6. 1 - i (² നമ്മൾ കണ്ടെത്തിയല്ലോ. -2iയുടെ (³ എടുത്താൽ പോരെ? ഇത് 1 - i ഇവിടെ എഴുതാം. (² all raised to 3 2s are 6 x raised to m × x raised to n x raised to m all raised to n ഫോമിൽ എഴുതുമ്പോൾ 3 2s are 6 വരും. അപ്പോൾ -2i all raised to 3 എഴുതുമ്പോൾ -8i³ എന്ന് വരും. സോ നമുക്കിതിനെ -8 × iനെ i³ i × i² എന്ന് എഴുതാം. i² എന്ന് വെച്ചാൽ -1 ആണ്. -8 × -1 × i വരും. ദാറ്റ് ഈസ് 8i ആണ് ആൻസർ. ഇൻ ടേംസ് ഓഫ് നമ്മൾ എന്ത് ചെയ്തു? x + i y ഫോമിൽ. അപ്പോൾ എന്ത് എഴുതാം? 0 + i 8 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ സിമ്പിളി 8 എന്ന് എഴുതിയാലും മതി കേട്ടോ. Find the coordinate that represent the complex number 1 - i divided by 1 + i in the Argand plane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? 1 - i divided by
1 + i ഈ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അർഗൻപ്ലെയിൻ ചെയ്യാൻ നേരം നമ്മൾ a + ib ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായി? ഇത് a + b × a - b ദാറ്റ് ഈസ് a² - b² എന്ന് ഫോർമാറ്റായി. ഇതോ 1 × 1 1 -1 × i -i - i × 1 - i - i+i² എന്നായി. ഇതിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2i i² എന്ന് വെച്ചാൽ -1 ആണ് കേട്ടോ. -1 / 2 വന്ന് കഴിഞ്ഞാൽ മനസ്സിലായോ? 1² എന്ന് വെച്ചാൽ 1, -1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ -1 -1 എന്ന് വരും. 1 - -1 എന്ന് വെച്ചാൽ 2 വരും കേട്ടോ. സോ +1ഉം -1ഉം കട്ടായി. സോ -2i / 2. അതിനകത്ത് നിന്ന് 2ഉം 2ഉം കട്ടാകുമ്പോൾ -i എന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? a + ib ഫോമിൽ എഴുതുമ്പോൾ a + ib ഫോമിൽ എഴുതുമ്പോൾ 0 + -1i എന്ന് വരും. അല്ലെങ്കിൽ -i എന്ന് എഴുതി 0 - i എന്ന് എഴുതിയാലും മതി കേട്ടോ. സോ കോർഡിനേറ്റിൻ്റെ അർഗൻപ്ലെയിൻസ് ആരൊക്കെയാണ്? 0, -1 ആണ് എന്ത് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. 12th question. If NPR = 840 and NCR = 35, find the value of R എന്ന് ചോദിച്ചിട്ടുണ്ട്. Then find the number of permutations of the letters of the word attitude. ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചോദ്യത്തിൽ NPR = 840 എന്നും NCR = 35 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ NPR നമുക്കറിയാം. NPR എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ / n - r ഫാക്ടോറിയൽ ആണ് എന്ത് NPR എന്ന് പറയുന്നത്. അതുപോലെ NCR എന്ന് പറയുന്നത് എന്താണ്? NCR = 840 എഴുതാവേ. ദെൻ NCR എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ / r ഫാക്ടോറിയൽ × n - r ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 35. രണ്ടും നമ്മളുടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ നോക്കാം. ശരിക്കും പറയാം n / n - r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് NPR അല്ലേ. NPR കിട്ടാനായിട്ട് ഈ r × NPR ചെയ്ത NCRന് ഈക്വൽ അല്ലേ. 6 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 6 6 കട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NPR കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ എങ്ങനെ എഴുതാം? NPR = r ഫാക്ടോറിയൽ × NCR എന്ന് എഴുതാമല്ലോ. ഇത് രണ്ടും ഒരേ കണ്ടീഷൻ തന്നെയല്ലേ? ക്ലിയർ അല്ലേ? ഇത് ഈ ഇക്വേഷനിൽ നിന്നും n / n - r ഫാക്ടോറിയലാണ് NPR എന്ന് വെച്ചാൽ ആ NCRനെ × r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NPR കിട്ടുമല്ലോ. ഇതാണ് NCR. NCRനെ × r ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് രണ്ടും കട്ടായിപ്പോൾ n / n - r വരുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ NPRന് ഈക്വലാണ് ഈ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. നമുക്ക് NPR എന്തെന്ന് അവർ തന്നിട്ടുണ്ട്? 840 എന്ന് തന്നിട്ടുണ്ട്. 840 = r ഫാക്ടോറിയൽ × NCR എന്ന് പറഞ്ഞാൽ 35 ആണ്. സോ r ഫാക്ടോറിയൽ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 840നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ r ഫാക്ടോറിയൽ = നമുക്ക് എന്തെന്ന് കിട്ടും? 24 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്ന വേർഡിലെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആറ്റിറ്റ്യൂഡ് A എന്ന് പറയുന്നത് 1 ആണ്. T നമുക്ക് 4 എണ്ണം വന്നു. I 1, U 1, D 1, E എന്ന് പറയുന്നത് 1. അങ്ങനെ ടോട്ടൽ 9 ആണ്. അപ്പം നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ കണ്ടെത്താൻ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ = നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ n ഫാക്ടോറിയൽ / 4 ഫാക്ടോറിയൽ ചെയ്താൽ മതിയാവും. ഓക്കെ. അടുത്ത 13th question. The vertices of triangle PQR are P10, Q54 and -14. Find the equation of the line representing the side PQ. Find the equation of the line through R and perpendicular to the side PQ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാമല്ലേ, നമ്മൾ സ്ലോപ്പിൻ്റെ ചാപ്റ്റർ പഠിച്ചില്ലേ 10th, അത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ കുഴപ്പമില്ല, സെക്കൻഡ് രണ്ടും ചെയ്യാം. നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. PQ എന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ PQവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. y2 - y1 / x2 - x1 എന്നുള്ള ഫോമുല ഉപയോഗിച്ച് y2 - 4 - 0 / 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു
4/4 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 തന്നെ കിട്ടും. സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. സ്ലോപ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്ഷരം എം ആണ് സ്ലോപ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതാം. y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പം y അങ്ങനെ തന്നെ നിർത്തുക. y1 ഇത് x1 y1 എന്ന് എടുത്താൽ y1 എന്ന് പറയുന്നത് 0, എം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 1 ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് 1 തന്നെ. സോ ഇവിടെ y ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് കിട്ടും. നമുക്ക് അതിന് y മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ദിസ് ഈസ് എ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇനി എന്താണ് ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ആർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ സൈഡ് പി ക്യു. ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ പി ക്യു ഈക്വൽ ടു -1 കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതുക. സോ y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1ൽ y മൈനസ് പാസസ് ത്രൂ ദ പോയിൻറ്റ് ആർ അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? y മൈനസ് 4 ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് മൈനസ് -1 ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 എന്ന് വരും. ഈ പോയിൻ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ y മൈനസ് 4 ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 1. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 14th ക്വസ്റ്റ്യൻ. An ellipse has its foci on ±40 and vertices at ±50. Find the length of the minor axis. Find the length of the lateral rectum and eccentricity of the ellipse. Also write the equation of the ellipse. അപ്പോൾ നിങ്ങൾ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, ഇത് മൂന്നും അതിൻ്റെ ഇക്വേഷൻസ് ഒരു 9 എണ്ണം ഇതേ ഉള്ളൂ. അത് എളുപ്പമാണ് കേട്ടോ, കാണാതെ അത് മൂന്നും കൂടി ഒരു ടേബിൾ എഴുതി വെച്ച് പഠിച്ചാൽ മതി, എളുപ്പം കിട്ടും കേട്ടോ. നിങ്ങളത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 12 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ. തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ എഴുതാം. എ ഈക്വൽ ടു 5. വെർട്ടീസസ് എ പ്ലസ് ഓർ മൈനസ് A0 ആണല്ലോ. ഫോസൈ എന്ന് പറയുന്നത് ഓപ്ഷൻസ് സി പ്ലസ് ഓർ മൈനസ് C0 ആണ് ഫോസൈ എന്ന് പറയുന്നത്. സി ഈക്വൽ ടു ഇവിടെ 4 തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് B² കണ്ടുപിടിക്കാം. B² ഈക്വൽ ടു C² മൈനസ് A² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. സോറി, C² മൈനസ് A² അല്ല, തിരിഞ്ഞുപോയി. A² മൈനസ് C² ആണ്. ദാറ്റ് ഈസ് 5² മൈനസ് 4². 25 മൈനസ് 16 ദാറ്റ് ഈസ് 9. B² ഈക്വൽ ടു 9. സോ B ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി ലെങ്ത് ഓഫ് ദ മൈനർ, ഒന്നാമത്തെ ചോദ്യം എഴുതി വെക്കാവേ. ഇവിടെ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് എന്ന് പറയുന്നത് 2B ആണ്. നമ്മളുടെ B ആരാ? 3. അപ്പോൾ 2 ഇൻറ്റു 3 ആയ 6 ആണ് എന്ത്? ലെങ്ത് ഓഫ് മൈനർ ആർക്ക്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2B² ആണ്. അപ്പം B² എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 2 ഇൻറ്റു 9/A എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 18/5 ആണ് ഇവിടുത്തെ ആൻസർ. 18/5. അടുത്ത എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി C/A. C എന്ന് വെച്ചാൽ 4/5 ആണ് ആൻസർ. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്താണ്? x²/A² പ്ലസ് y²/B² ഈക്വൽ ടു 1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ x²/Aയുടെ സ്ക്വയർ 25 പ്ലസ് y² എന്ന് വെച്ചാൽ y²/Bയുടെ സ്ക്വയർ 9 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാവുന്നത്. 15ാമത്തെ ചോദ്യം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എനി വൺ പോയിൻറ്റ് വിച്ച് ലൈ ഇൻ സെക്കൻഡ് ഒക്ടൻ്റ്. സെക്കൻഡ് ഒക്ടൻ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിനുള്ള എക്സാമ്പിൾ എഴുതുക. രണ്ടാമത്തെ ചോദ്യം. ഷോ ദാറ്റ് ദ പോയിൻറ്റ് A 0 7 10 B -1 6 6 ആൻഡ് C -4 9 6 ആർ ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഈ നമ്മൾ 10th 2 കോർഡിനേറ്റ്സ് തൊട്ടുള്ള ചെയ്തതല്ലേ, അതേപോലെ തന്നെ 3 കോർഡിനേറ്റ് വരുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? സെക്കൻഡ് ഒക്ടൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവിടെ എക്സ് എലമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കണം, വൈയും ഇസഡും പോസിറ്റീവ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഒക്ടൻറ്റിലെ പ്രത്യേകത എക്സ് എലമെൻറ്റ് നെഗറ്റീവും വൈ എലമെൻറ്റും ഇസഡും പോസിറ്റീവ് ആയിരിക്കണം. ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതിയാൽ -2 3 4 എന്ന് എഴുതിയാൽ മാത്രം മതി. ഇതാണ് ഓപ്ഷൻ എയുടെ ആൻസർ കേട്ടോ. സെക്കൻഡ് ഒക്ടകളിലാണെന്ന് പറഞ്ഞാലുള്ള ആൻസർ ഇത്രേ ഉള്ളൂ. എക്സ് എലമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കണം.
ഇവിടെ ഈ 3 പോയിൻറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഈക്വൽ ആണ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ തിയറം പ്രൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ 10 പഠിച്ച പോലെ x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ എന്ന് പറയുന്ന പോലെ ഇവിടെ 3 പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് എന്താണ് x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ പ്ലസ് z2 - z1 സ്ക്വയർ എന്നാവും ഈ ആദ്യത്തെ ഈ 2 പോയിൻറ്റുകൾ മാത്രമുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ബി സിയുടെ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, അതിനുശേഷം ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, അതിനുശേഷം സി ഡിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ x2 - x2 എന്ന് പറയുമ്പോൾ -1 - 0 സ്ക്വയർ പ്ലസ് 6 - 7 സ്ക്വയർ പ്ലസ് 6 - 10 സ്ക്വയർ. ഇതിൻ്റെ റൂട്ട് നമ്മൾ കണ്ടെഴുതുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റൂട്ട് 18 ആണ്. അതുപോലെ ബി സിയുടെ ലെങ്ത്തും നമുക്ക് റൂട്ട് 18 കിട്ടും. അതുപോലെ എ സിയുടെ ലെങ്ത് റൂട്ട് 36 കിട്ടും. നോക്ക്, അപ്പം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ആണോ എ സി സ്ക്വയർ? അതേന്ന് തോന്നുന്നു, നോക്കാം. റൂട്ട് 18ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 18ൻ്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 36. ശരിയാണോ? 18ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയറിൻ്റെ റൂട്ടിൻ്റെ സ്ക്വയർ 18 പ്ലസ് 18 എന്ത് വരും? നമുക്ക് 36ൻ്റെ സ്ക്വയർ തന്നെ കിട്ടും അല്ലേ? ശരിയല്ല? അപ്പോൾ റൂട്ട് പോകാതെ കിട്ടുക 18 പ്ലസ് 18 36. അതുകൊണ്ട് എന്ത് എഴുതാം? ഇത് ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് ധൈര്യമായിട്ട് എഴുതാം. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യം. എ ബാഗ് കണ്ടെയ്ൻ 8 റെഡ് ആൻഡ് 5 വൈറ്റ് ബോൾസ്. 3 balls are drawn at random. Find the probability that all the 3 balls are white, all the 3 balls are red, 1 ball is red and 2 balls are white. നോക്കാം. ചോദ്യം ഇതാണ്. ഒരു ബാഗിനകത്ത് 8 റെഡ് ബോളും 5 വൈറ്റ് ബോളും ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അതിനകത്തുനിന്ന് നമുക്ക് എത്ര ബോൾസാണ് എടുക്കേണ്ടത്? ടേക്കൺ 3 അല്ലേ? 3 നമുക്ക് എടുക്കണം. അപ്പം നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 13C3 ആണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലാകുമല്ലോ? 13 നിന്ന് 3 സെലക്ട് ചെയ്യണം. അതിൽ ഓപ്ഷൻ 1, 2, 3 പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 1 ആ എടുക്കുന്ന 3 ബോളും വൈറ്റ് ആവാനുള്ള പോസിബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് 5 നിന്നല്ലേ നമുക്ക് എത്ര വേണ്ടത്? 5 നിന്ന് നമുക്ക് 3 എടുക്കണം. സോ 5C3 ഡിവൈഡഡ് ബൈ 13C3 ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അടുത്തെന്താ നമുക്ക് ചെയ്യേണ്ടത്? 3 balls ആർ റെഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8C3 ഡിവൈഡഡ് ബൈ 13C3. ക്ലിയർ അല്ലേ? അടുത്തത് 1 ball ഈസ് റെഡ് ആൻഡ് 2 balls ആർ വൈറ്റ്. എങ്ങനെ ചെയ്യും നമ്മളതിനെ? 8 എണ്ണത്തിൽ നിന്ന് ഒരാളെ കിട്ടാൻ പാടുള്ളൂ. സോ 8C1 ഇൻറ്റു വൈറ്റ് ബോൾ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം. സോ 5C2 ഡിവൈഡഡ് ബൈ 13C3. ഇത് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്? 5C3 ഒക്കെ ചെയ്യാൻ ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 - 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു സിംഗിൾ വാല്യൂ കിട്ടും. അത്രയും വരെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്തത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 - tan square 15 ഡിവൈഡ് ബൈ 1 + tan square 15 ഈക്വൽ ടു ഡാഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് sin 3x - sin x ഡിവൈഡ് ബൈ cos square x - sin square x ഈക്വൽ ടു 2 sin x. മൂന്നാമത്തെ if tan theta ഈക്വൽ ടു 1/2 and tan phi ഈക്വൽ ടു 1/3 then show that theta plus phi ഈക്വൽ ടു π/4 എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും മിസ് ചെയ്യില്ല. എല്ലാം നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾ ട്രിഗ്നോമെട്രിയിലെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഓപ്ഷൻ എ 1 - tan square 15 ഡിവൈഡ് ബൈ 1 + tan square 50യുടെ വാല്യൂ √3/2 ആട്ടോ. അടുത്തത് sin 3x - sin x ഡിവൈഡ് ബൈ cos square x - sin square x ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ sin a - sin b. അപ്പോൾ നമുക്ക് 2 cos a + b/2 അതായത് 3x + x/2 ഇൻറ്റു sin a - b/2 sin 3x - x/2 ഹോൾ ഡിവൈഡഡ് ബൈ cos square x - sin square xൻ്റെ റിസൾട്ട് cos 2x എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എക്സ്പാൻഡില്ല സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
2 കോസ് 3 1 4x/2 എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം നമുക്ക് 2x എന്ന് എഴുതാം. 3 മൈനസ് 1 2 2x/2 എന്ന് പറയുമ്പോൾ 1x എന്ന് പറയും. അപ്പോൾ സൈൻ ജസ്റ്റ് എക്സ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ കോസ് 2x. അപ്പോൾ ഇതിനകത്ത് എന്താ ഈ കോസ് 2xും ഈ കോസ് 2xും വെട്ടിപ്പോവും. ബാക്കി മിച്ചം 2 സൈൻ എക്സ്. അപ്പോൾ സൈൻ 3x മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സിൻ്റെ റിസൾട്ട് 2 സൈൻ എക്സ്. ഇനി ഓപ്ഷൻ 3 എന്താണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇഫ് ടാൻ തീറ്റ 1/2 എന്നും ടാൻ ഫൈ എന്ന് പറയുന്നത് 1/3 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഗിവൺ ആണ്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് π/4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? ഇത് ചെയ്യാനുള്ള മാർഗം നമ്മൾ ഈ ഇക്വേഷനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടാൻ തീറ്റ പ്ലസ് ഫൈ, ഇതിവിടെ ഇടയില്ല, വായിച്ചിട്ട് എഴുതാമേ. അപ്പോൾ തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് 1/3 അല്ല π/4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു? ടാൻ തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ, ഇക്വേഷൻ എഴുതിയേക്കാം, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അതാണ് റിസൾട്ട് കേട്ടോ. അപ്പോൾ ടാൻ ബി മീൻസ് ഫൈ ആണ്. ഓക്കെ, ഇനി ടാൻ തീറ്റ 1/2 പ്ലസ് ടാൻ ഫൈ 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. ഇത് LCM എടുക്കുമ്പോൾ 6 മുകളിൽ എന്ത് വരും? 3 × 5 വരും. ഡിവൈഡ് ബൈ ഇവിടെയോ 1 മൈനസ് 1/6, അതും എന്ത് വരും? 5/6 തന്നെ വരും. സോ 5/6 ഡിവൈഡ് ബൈ 5/6 എന്താണ്? ആൻസർ ഈസ് 1. അപ്പം ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് എഴുതാം. ടാനിന് എപ്പോഴാണ് 1ൻ്റെ വാല്യൂ വരുന്നത്? ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എഴുതുമ്പം ടാൻ ഇൻവേഴ്സ് ഫൈ വരുന്നത് π/4 കേട്ടോ. ടാനിന് π/4 വരുന്നത് ടാൻ 45 ടാൻ 45 ആണ് 1. 45 എന്ന് വെച്ചാൽ 180/4 ആണ് 45. ദാറ്റ് ഈസ് ടാൻ തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു π/4. ഓക്കെ, തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു π/4. എഫ് ഓഫ് എക്സ് 1/xൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ കണ്ടുപിടിക്കണം. 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, -1/x² ആണ് റിസൾട്ട് അല്ലേ. -1/x² എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് എഴുതാമെന്നല്ലോ, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ഫസ്റ്റ് ഇക്വേഷൻ എഫ് ഓഫ് എക്സിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of a plus h minus f of x divided by h. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/x. അപ്പം എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? 1/x പ്ലസ് എച്ച് എന്ന് എഴുതണം. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇക്വേഷനകത്തൂടെ തന്നെ അങ്ങ് എഴുതി പോകാമേ. ആദ്യം എഫ് ഓഫ് എ പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് 1/x പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, ഈ ക്വസ്റ്റ്യൻ തന്നെ, -1/x ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. അതിന് എന്ത് ചെയ്യണം? ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് h tends to 0 എന്ന് കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരണം? LCM എടുക്കുക. ലിമിറ്റ് h tends to 0, LCM എടുക്കുമ്പം x പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. LCM എടുക്കുമ്പോൾ ഇവിടെ എക്സും ഇവിടെ -x മൈനസ് എച്ച്. അപ്പോൾ പ്ലസ് എച്ച് ഇതും കൂടെ കട്ടായിപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇതാ ഈ ഒരു എച്ചും ഈ ഒരു എച്ചും കൂടെ കട്ടായി പോകുമ്പോൾ മുകളിൽ എന്ത് വരും? ലിമിറ്റ് താഴേക്ക് പോയില്ലേ. ലിമിറ്റ് h tends to 0 -1/x പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വന്നു. ഇത് കട്ടായി പോയത് മനസ്സിലായല്ലോ അല്ല. ആദ്യം എക്സും കട്ടായി, ഈ മൈനസ് എച്ചും എച്ചും കട്ടാകുമ്പോൾ ഒരു -1 ബാലൻസ് വരും. അതാണ് -1/x പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് വന്നത്. ഇനി എന്ത് ചെയ്യണം?
ലിമിറ്റ് h ടെൻസ് ടു 0 അപ്പോൾ h ടെൻസ് ടു 0 മീൻസ് എച്ചിലേക്ക് ഇത് ടെൻഡ് ചെയ്യുന്ന അർത്ഥം, അതായത് എച്ചിൽ 0 എടുക്കുക. സോ -1/x + 0 × x ദാറ്റ് ഈസ് ഈക്വൽ ടു -1/x × x² സോ ഫൈനൽ ആൻസർ -1/x² എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ഫൈൻഡ് d/dx ഓഫ് x² + 1 / x² - 1 എന്നാണ് ചോദ്യം. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ കോഷ്യൻ റൂൾ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് d/dx ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അങ്ങനെയുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. സോ x² - 1 d/dx ഓഫ് x² ഡെറിവേറ്റീവ് എന്താണ്? 2x - x² + 1 അങ്ങനെ തന്നെ എഴുതി. വീണ്ടും d/dx ഓഫ് x² എന്ന് വെച്ചാൽ 2x ഡിവൈഡഡ് ബൈ x² - 1 ഹോൾ സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2x² -2x³ -2x² ഇത് പ്ലസ് ആട്ടോ, ഇതിങ്ങനെ ബ്രാക്കറ്റ് ഉണ്ടേ. ദെൻ ഇവിടെ -2x × -x -2x³ -2x ഡിവൈഡഡ് ബൈ x² - 1 ഹോൾ സ്ക്വയർ പ്ലസ് 2x³ -2x³ കട്ടാവും. ബാലൻസ് വരുന്നത് -4x ഡിവൈഡഡ് ബൈ x² - 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. സെക്കൻഡ് വൺ ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡേറ്റ. അത് ഞാൻ ചെയ്യണോടാ പിള്ളേരെ, നിങ്ങൾക്കറിയാം ഈസി അല്ലേ. വേണ്ട അതുകൊണ്ട് ചെയ്തേക്കാം അല്ലേ. വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? x bar = σ xi ഡിവൈഡഡ് ബൈ n ആണ്. σ xi എന്ന് പറയുന്നത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് 80 എന്ന് കിട്ടും. സോ 80 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ഉണ്ട് ഇവിടെ? നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് 8 എണ്ണമാണ് കേട്ടോ. സോ ആൻസർ ഈസ് 10. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 - 4 6 3 2 1 0. ഇത് നമ്മളതിൻ്റെ മോഡുലസ് എടുക്കണ്ട കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് 3 and 7. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇതാണ്. σ xi - x bar ഡിവൈഡഡ് ബൈ n മോഡുലസ് ഓഫ് ആണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സിഗ്മ എടുക്കുമ്പോൾ സിഗ്മ മീൻസ് ഇതെല്ലാം കൂടെ കൂട്ടുക. σ xi - x ബാറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 24. സോ 24 ഡിവൈഡഡ് ബൈ 8. ആൻസർ ഇസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 3 ആണ്. രണ്ടാമത്തെ പാർട്ട് ചെയ്യുന്നില്ല. വേരിയൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കാണാൻ പഠിച്ചേക്കണം. വേരിയൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. σ fi ui² ഡിവൈഡഡ് ബൈ n മൈനസ് σ fi ui ഹോൾ സ്ക്വയർ മൈനസ് ആണ് ഹോൾ ഡിവൈഡഡ് ബൈ n. ഈ n കൂടെ കൂട്ടിയാണ് കേട്ടോ സ്ക്വയർ എടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഓക്കെ, ഇൻറ്റു b². ഇത്രയും ചെയ്താൽ മതിയാവും കേട്ടോ. ഇക്വേഷനകത്തേക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ കിട്ടും. എനിക്കൊന്ന് 18ാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വിട്ടുപോയെന്ന് തോന്നുന്നു. ജസ്റ്റ് അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാമേ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടേം ഓഫ് GP2 832 etc. ഈസ് 32768. ഈ GPയുടെ എത്രാമത്തെ ടേമായിട്ടാണ് ആ 32,768 വരുന്നത്? The sum of the first 3 term of GP is 14 and the sum of the next 3 term is 112. Find the common ratio first term and the sum of the first n terms of the GP. ഒരു GPയുടെ ഫസ്റ്റ് ടൈം 2 എന്ന് കൊടുത്തിട്ടുണ്ട്. 4 ആണ്. AN എന്ന് പറയുന്ന ഒരു 32,768 എന്ന് പറയുന്നത് എത്രാമത്തെ ടൈമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു GPയുടെ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AR⁻n - 1 ഈക്വൽ ടു 32,768 ആണ്. A എന്ന് പറയുന്നത് 2 × R 4⁻n - 1 ഈക്വൽ ടു 32,768. സോ 4⁻n - 1 ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16
384 എന്ന് വരും കേട്ടോ. ഇനി ഈ 4n-1 ഇതിനെ നമുക്ക് 4ൻ്റെ പവറാക്കി എഴുതാം. 4ൻ്റെ പവറാക്കി എഴുതാം. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് 16384നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ അറിയാലോ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് 4n-1, ദാറ്റ് ഇസ് 4⁻7 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ n-1 ഫോർമാറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 4n-1 ഈക്വൽ ടു 4⁸ എന്ന് നമ്മളതിനെ എഴുതുക. സോ ഇവിടെ n ഈക്വൽ ടു എത്ര? ആൻസർ ഈസ് n ഈസ് 8 എന്ന് കിട്ടും. അപ്പോൾ 8ാമത്തെ ടൈം എന്ത് കിട്ടും? 32768 ആയിരിക്കും. ഇനി ഓപ്ഷൻ ബി എന്താണ്? കോമൺ റേഷ്യോ കണ്ടെത്തിയതിന് ശേഷം സം ഓഫ് ദ ടൈംസ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് a+ar ഈക്വൽ ടു 14 എന്നും ദെൻ ar³ ar⁴ ar⁵ ഇസ് ഈക്വൽ ടു 112 എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുക. അപ്പോൾ ഡിവൈഡിങ് 2/1 ചെയ്താൽ ar³ ആറെല്ലാം പുറത്തെടുക്കാം കേട്ടോ. നമുക്ക് r³ പുറത്തെടുത്താൽ ar+ar² ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ ഇത് a+ar+ar² ഡിവൈഡഡ് ബൈ 14. അപ്പോൾ ഇത് കട്ടായി പോവുമല്ലോ. സോ r³ ഈക്വൽ ടു 12/14. അപ്പോൾ r³ ഈക്വൽ ടു 112/14 ആണ്. 112/14 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 ആണ്. r³ ഈക്വൽ ടു 8 ആണെങ്കിൽ r ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ കോമൺ റേഷ്യോ നമുക്ക് കിട്ടി. r എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇഷ്ടമുള്ളൊരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ കൊടുക്കാമേ. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ a+2a+4a ഈക്വൽ ടു 14, 4 2 6 1 7, 7a ഈക്വൽ ടു 14, a ഈക്വൽ ടു 14/7, a ഈക്വൽ ടു 32 എന്ന് കിട്ടി. അപ്പോൾ എയും 6 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? Sn ഈക്വൽ ടു a ഇൻറ്റു r⁻n-1 ഡിവൈഡഡ് ബൈ r-1 വെയർ r greater than 1 ആണല്ലോ. അപ്പോൾ ഇക്വേഷനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു 2⁻n-1 ഡിവൈഡഡ് ബൈ 2-1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 1 ആയിപ്പോയി 2 ഇൻറ്റു 2⁻n-1. അപ്പോൾ ഏത് ടൈമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ എന്നിനാ വാല്യൂസ് കൊടുത്താൽ നമുക്ക് സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണേ. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 80 അല്ലേ, എത്രയിലാണ് മാർക്ക്? 80. അപ്പോൾ നിങ്ങൾക്ക് ഒരു 78 എബോവ് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. നന്നായിട്ട് പരിശീലിച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുമേ. ഓക്കെ.